ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി വർഷങ്ങളോളം ദുരിതം അനുഭവിക്കേണ്ടി വന്ന കോഴിക്കോട് സ്വദേശിനി ഹർഷിന വീണ്ടും സമരരംഗത്തേക്ക്. ഒക്ടോബർ 8-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരമിരിക്കും. നീതിക്ക് വേണ്ടിയുള്ള ഹർഷിനയുടെ പോരാട്ടത്തിൽ ഒപ്പമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉറപ്പു നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവിനിരയായ ഹർഷിനയ്ക്ക് വർഷം 8 കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. അർഹമായ നഷ്ടപരിഹാരം തടഞ്ഞ് സർക്കാരും ആരോഗ്യവകുപ്പും മനുഷ്യത്വ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഹർഷിന വ്യക്തമാക്കി. സമരസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന 104 ദിവസത്തെ സമരത്തിന് തുടർച്ചയുണ്ടാകുമെന്നും ഹർഷിന പറഞ്ഞു. 3 വർഷക്കാലമായി നീതി തേടി നടക്കുന്നു. അപ്പോൾ ഇത്രയും കാലമായിട്ടും സർക്കാരിന് നമുക്കൊരു നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. വാക്കുകൾ എപ്പോഴും നമ്മളെ കൂടെയാണ്. അപ്പോൾ നീതി ഉറപ്പാക്കിയിട്ട് എന്തായാലും നമ്മൾ പിന്നോട്ടുള്ളൂ. നമ്മളെ ആരോഗ്യാവസ്ഥയൊക്കെ മാറി മാറി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവാണ്. എന്തായാലും നമുക്കൊരു നീതി കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ലക്ഷ്യം. അതുവരെ പോരാടുക എന്നുള്ളത് തന്നെയാണ്. സെപ്റ്റംബർ 15-ന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും ഹർഷിനയ്ക്ക് വേണ്ടി വാദിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉറപ്പു നൽകി. നമ്മൾ സമരം ചെയ്യാൻ നമ്മളോടുകൂടി സമരത്തിൽ UDF നൽകുന്ന പിന്തുണയുടെ തുടർച്ചയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലെന്ന് സമരസമിതി ചെയർപേഴ്സൺ ദിനേശ് പെരുമണ്ണ. നിലവിലുള്ള കേസ് ഹൈക്കോടതിയിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ അനുകൂലമായി നിൽക്കണം. അത് നിൽക്കാത്ത സാഹചര്യമാണുള്ളത്. ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒക്ടോബർ മാസം 8-ാം തീയതി സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഏകദിന സത്യാഗ്രഹ സമരം ഞങ്ങൾ വീണ്ടും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒക്ടോബർ 8-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഹർഷിന ഏകദിന സത്യാഗ്രഹ സമരം നടത്തുമെന്നും സമരസമിതി അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.